നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് അകാലത്തിൽ ചെറുപ്പക്കാരിൽ വരുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് പലപ്പോഴും തന്നെ നമ്മൾ ആശങ്കപ്പെടുത്താറുമുണ്ട്. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് വരുന്ന ഈ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ കൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതും അതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതും കൂടെ കൂട്ടേണ്ടതുമായിട്ടുള്ള ചില അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും കൂടെ ശ്രമിക്കുക. അപ്പം ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഇതിൽ നമ്മൾ പലപ്പോഴായിട്ട് ബ്ലഡ് പ്രഷർ എടുക്കുന്നവരാണ്. അതിൽ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും നോക്കിയിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രയുണ്ട് അല്ലെ BP നമ്മൾ നോക്കി മനസ്സിലാക്കാറുണ്ട്. എത്ര പേർക്കറിയാം പൾസ് പ്രഷർ എന്നുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളത്? ഈ ഒരു പൾസ് പ്രഷർ എന്തിനാണ് നോക്കുന്നത് എന്നുള്ളതല്ലേ? അത് പലപ്പോഴായിട്ട് നമ്മുടെ രക്തധമനിയുടെ കട്ടിയെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയാഘാത സാധ്യതയുണ്ടോ എന്നുള്ളത്, സ്ട്രോക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വളരെ വിലയേറിയിട്ടുള്ള ഒരു അറിവാണ്. ബ്ലഡ് പ്രഷർ നിങ്ങളൊന്ന് സ്പിഗ്മോമാനോമീറ്ററിൽ അളക്കുക. അത് എത്രത്തെയാണ് വരുന്ന? ഒരു ഉദാഹരണത്തിനാണെങ്കിൽ 120/80 സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഈ രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ 120 - 80 ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത് എത്രയാണോ അതാണ് നിങ്ങളുടെ പൾസ് പ്രഷർ എന്നുള്ളത്. എന്നാൽ നോർമൽ പ്രഷർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു 40നും 60നും ഇടയിലാണ് വരേണ്ടത്. ഇതാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇതിൻ്റെ സാധ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇത് 70ന് മുകളിലായിട്ട് ഒരു വൈഡ് റേഞ്ചിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് സാധ്യതയൊക്കെ തന്നെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ രക്തധമനികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്നും വേണം മനസ്സിലാക്കാൻ. ചെറിയ രക്തധമനികളെ പലപ്പോഴും തന്നെ വളരെയധികം പ്രഷറിലാക്കുകയും നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കാം, മറവി രോഗം അല്ലെങ്കിൽ കണ്ണിലെ ധമനികളെ ഇത് വീക്കാക്കിയേക്കാം, അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിച്ചേക്കാം, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാം. എന്നാൽ ഈ പൾസ് പ്രഷർ വളരെയധികം കുറവാണ് അല്ലെങ്കിൽ 40ലും വളരെയധികം കുറവാണ് എന്നുണ്ടെങ്കിലോ അപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് രക്തം ഓക്സിജനെ മുഴുവനായിട്ടും എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് റെഡ് ബ്ലഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്നുള്ളതാണ് RDW എന്ന് പറയും. പലപ്പോഴും നമ്മൾ CBC ടെസ്റ്റ് ചെയ്യാറുണ്ട്. നോർമൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, RBC കൗണ്ട്, ഇതൊക്കെ നോക്കാനായാലും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇതൊക്കെ അറിയാൻ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു CBC ടെസ്റ്റ് എന്നുള്ളത്. ഈ CBC ടെസ്റ്റിൽ RDW എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് നോക്കാനൊക്കെ നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഇത്ര തന്നെ പ്രാധാന്യമില്ലെങ്കിലും അതുപോലെ ഏകദേശം പ്രാധാന്യം തുല്യത വരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു RDWയുടെ വാല്യൂ എന്നുള്ളത്. ഇത് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, രക്തധമനികൾക്കും ഹൃദയ ആരോഗ്യം വളരെ വീക്കാവാനും ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ഇതിൻ്റെയൊക്കെ തന്നെ കുറവ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കൂടിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു RDWയുടെ വാല്യൂ കൂടാം. ഇനി നോർമൽ റേഞ്ച് എന്താണ് എന്നുള്ളതും കൂടെ അറിയണം. ഒരു 11.5% മുതൽ ഒരു 14.5% വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത്. ഇതിലും കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അടുത്തത് ക്രോണിക് മൗത്ത് ബ്രീത്തിങ് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഉറങ്ങുമ്പോഴും മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതിന് പകരം പലരും തന്നെ ഈ കൂർക്കം വലിയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ വായിലൂടെ ശ്വാസം എടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അത് പലപ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാവാറുണ്ട്. അപ്പം നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്താണെങ്കിലും അവിടെ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യും. ഇത് ഹൃദയത്തിൻ്റെ പേശികളെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഇത് നമ്മൾ വായിലൂടെയാണ് എടുക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ പേശികളെ വീക്കാക്കാനും രക്തധമനികളൊക്കെ തന്നെ വീക്കായിട്ട് വരികയും ചെയ്യും. ഇനി അതുപോലെ ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഒന്നാമത്തേത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടണം എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഹൈഡ്രേഷൻ ശരിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ചുണ്ടൊക്കെ വരണ്ടിരിക്കുന്നതായിട്ട് കാണാം. സ്ത്രീകളിൽ ചില ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ഇതുണ്ടാവാം. അതല്ലാതെ തന്നെ നമുക്ക് ശരീരത്തിന് ദാഹം തോന്നുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടോ ഒന്നുകിൽ നിങ്ങൾ AC-യിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തോന്നാത്തത് കൊണ്ട് കുടിക്കാതിരിക്കാൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം. ഇത്
ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ വെള്ളം കുറവായിട്ട് കൺസംഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. രക്തത്തിന് കട്ടി കൂടുകയും ഹൃദയത്തിന് വല്ലാണ്ട് സ്ട്രെയിൻ വരികയും ഒക്കെ ചെയ്യും. ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരും. ഇതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത ഇത്തരക്കാർക്കുണ്ട്. നിങ്ങൾ ബ്രൗൺ ഫാറ്റ്, വൈറ്റ് ഫാറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പലരും വിസറൽ ഫാറ്റ്, അതായത് ഈ വൈറ്റ് ഫാറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇത് പലപ്പോഴും അധികമാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ വയറിന് ചുറ്റും ഒക്കെ വരുന്ന ഈ ഒരു ഫാറ്റ് അടിഞ്ഞുകൂടും വിസറൽ ഫാറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. എന്നാൽ ഈ ബ്രൗൺ ഫാറ്റ് എന്നുള്ളത് ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനില്ലതാനും. ഇത് ഉള്ളത് കുഞ്ഞുങ്ങളിലാണ്. അവർക്കാണ് എനർജറ്റിക് ആയിട്ട് നടക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ കലോറിയെ കത്തിച്ച് കളയുകയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശരിയായിട്ടുള്ള ഒരു ഭാരം അല്ലെങ്കിൽ വയറ് ചാടാതെ ഷേപ്പായിട്ടൊക്കെ നിലനിർത്താൻ ഈ ബ്രൗൺ ഫാറ്റ് സഹായിക്കും. പക്ഷേ ഇതങ്ങനെ വെറുതെ ഉണ്ടാവുന്നതൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിക്കണം. പ്രായം എത്തുന്നതിനനുസരിച്ച് ഈ ബ്രൗൺ ഫാറ്റ് വളരെയധികം കുറഞ്ഞു വരും. അതുകൊണ്ട് ബ്രൗൺ ഫാറ്റിനെ കൂട്ടാനായിട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ അധിക പേരും ഒരു പ്രായം കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ചൂടുവെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഇതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലെയൊക്കെ തന്നെ ഈ ബ്രൗൺ ഫാറ്റ് കൂടുതലുള്ളത് അവരെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിൽ ശരീരത്തിന് തണുപ്പ് കൊടുക്കുക. ആ വഴി നമ്മുടെ ഇത്തരം ബ്രൗൺ ഫാറ്റിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. അതിന് ചെയ്യുന്നത് തണുത്ത വെള്ളം എന്താ, തണുപ്പിച്ച വെള്ളം എന്നല്ല, ചൂടില്ലാത്ത നോർമൽ വാട്ടറിൽ തന്നെ കുളിക്കുക. അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ നല്ല കോൾഡ് വാട്ടർ തന്നെ തണുപ്പിച്ച വെള്ളത്തിലും ഇടയ്ക്ക് അങ്ങനെ ഒരു കോൾഡ് ബാത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഐസ് പാക്കുകളൊക്കെ തന്നെ കഴുത്തിന് പുറകിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നതും ഒക്കെ തന്നെ ഇതുപോലെ ബ്രൗൺ ഫാറ്റ് കൂട്ടാൻ സഹായിക്കും. BP കുറയ്ക്കാനും നീര് കുറയ്ക്കാനും ഹൃദയപേശികളെ ശക്തിപ്പെടുത്താനും ഒക്കെ തന്നെ ശരീരത്തിന് തണുപ്പ് കിട്ടുമ്പോൾ നോൺ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടെയാണ്. കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ തന്നെ അട്രാക്ട് ചെയ്യുന്നതും പിടിച്ചിരുത്തുന്നതുമായിട്ടുള്ള ഒരു ആകർഷണ സ്വഭാവമുള്ള ഒരു ബേക്കറിയാണ് ബിസ്ക്കറ്റ് എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ചും ക്രീം ബിസ്ക്കറ്റ്. ഇത്തരം ക്രീം ബിസ്ക്കറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന്റെ കവറിന്റെ ഒക്കെ തന്നെ ബാക്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്നുള്ള എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വനസ്പതി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊരു തരം ട്രാൻസ് ഫാറ്റ്, അതായത് ഒരു കെമിക്കലാണ്. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു തരം പശയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഇത് കൂട്ടുന്നു. LDL കൊളസ്ട്രോൾ കൂട്ടി നല്ല കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നമ്മളെ ആരോഗ്യം വളരെയധികം വഷളാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ രക്തധമനികളിലൊക്കെ ഫാറ്റി സ്ട്രീക്ക് എന്നുള്ള ഒരു പ്രത്യേക കറ രൂപപ്പെടുന്നുണ്ട്. ഇത് ഹൃദയത്തെയും രക്തധമനികളെയും ഒക്കെ തന്നെ കുഞ്ഞിലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. 12 വയസ്സാവുമ്പോഴേക്കും ഈ ഒരു കറ രൂപപ്പെടും. പിന്നെ ഒരു 30-40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് ബ്ലോക്ക് ആയിട്ട് മാറും. ഇനി നോർമൽ ബിസ്ക്കറ്റിന്റെ അവസ്ഥയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതും തന്നെ മൈദയും കോൺസിറപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അമിതമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പലപ്പോഴും നമ്മുടെ ഇൻസുലിൻ ലെവലിനെ താറുമാറാക്കുകയാണ് ചെയ്യുന്നത്. ഷുഗറി ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോഴും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോഴുമാണ് ഈ ഒരു ഇൻസുലിൻ ലെവലിൽ വ്യത്യാസം വരുന്നത് എന്ന് മനസ്സിലാക്കണം. അതുവഴിയാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ വരുന്നത്. അടുത്തത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്ന, സ്ത്രീകളിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഒന്നാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്നുള്ളൊരു പ്രശ്നം. റെഡ് ബ്ലഡ് സെൽസിന്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. രക്തമില്ലാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ ഇത് പ്രശ്നമില്ല, ഭക്ഷണത്തിലൂടെ നേരെയാവും എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാണാറുണ്ട്. ഈ ഒരു റെഡ് ബ്ലഡ് സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇത് പ്രവർത്തിക്കാതെ വരുമോ, അല്ലെങ്കിൽ ഉള്ള രക്താണുക്കൾ തന്നെ ഓക്സിജനെയൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ അതിനുള്ളൊരു കഴിവില്ലാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിന് വളരെയധികം ക്ഷീണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, മറവി രോഗം വരുന്നത്, ശരീരത്തിലെല്ലാം തന്നെ നീർക്കെട്ട് വരുന്നത്, ഉന്മേഷമില്ലായ്മ, കിതപ്പ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഈ ഒരു കിഡ്നിയാണ് എറിത്രോപോയിറ്റിൻ എന്നുള്ളൊരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ തലച്ചോറിന് ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്, രക്തകോശങ്ങൾ വേണം അല്ലെങ്കിൽ രക്തം ഉണ്ടാവണം എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, 30% ഹൃദയത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും അതുപോലെ BP സാരമായിട്ട് കുറയ്ക്കുന്നതും നമ്മുടെ ഹൃദയ ധമനികളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? അതാണ് പ്രോബയോട്ടിക് ഫുഡ് എന്നുള്ളത്. ഈ പ്രോബയോട്ടിക് ഫുഡിൽ
ഏതാണ് നമ്മൾ കഴിക്കേണ്ടത്, വളരെ സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റുന്നതാണ് ഒരു കപ്പ് തൈര് ദിവസവും, അല്ലെങ്കിൽ യോഗട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലേവേർഡ് യോഗട്ടോ ഷുഗറി ചേർത്തിട്ടുള്ള യോഗട്ടോ അല്ല, നോർമൽ യോഗട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലെ രക്തധമനികളെ സംരക്ഷിക്കാനും ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനും നല്ലതാണ്. മത്തി, അയില, നത്തോലി തുടങ്ങിയിട്ടുള്ളവ നോൺ വെജുകാർക്കും, ചിയാ സീഡ്, ഫ്ലാക്സീഡ്, വാൽനട്ട് തുടങ്ങിയിട്ടുള്ളവ വെജുകാർക്കും ഉപയോഗിക്കാം. ഇത് പലതിലും തന്നെ മെർക്കുറി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാ സപ്ലിമെന്റ്സിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും പറ്റില്ല പലപ്പോഴും. എന്നാൽ നമ്മൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് ഒന്നാണ്. പലപ്പോഴും നമ്മൾ സപ്ലിമെന്റ്സിനെ കുറിച്ച് കാണാറുണ്ടെങ്കിലും ഇത് ഏത് സമയത്ത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു ധാരണ ആർക്കും തന്നെ ഇല്ല. അത് കാരണം പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാറില്ല ഇത്തരം സപ്ലിമെന്റ് കഴിക്കുമ്പോൾ. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാൽസ്യം അയണും ഒക്കെ തന്നെ ഒരുമിച്ച് കഴിച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 30-40% നമ്മുടെ ശരീരത്തിന് കിട്ടില്ല, ഈ അയണിൻ്റെ ഇഫക്റ്റ് ഒന്നും തന്നെ. അതുകൊണ്ട് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. വൈറ്റമിൻ ഡി രാത്രി കഴിക്കാൻ പാടില്ല. ഇത് മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ വ്യത്യാസം വരുത്തുന്നതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാകും. ഇതുപോലെ തന്നെ നമുക്ക് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് എടുത്താൽ നല്ല ഉറക്കം കിട്ടും. ഇനി വെറും വയറിലാണെങ്കിൽ സിങ്ക് സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും വയറിൽ കഴിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകിച്ചും ഒരു ഓറഞ്ച് ജ്യൂസ്, ഇങ്ങനെ സിട്രിക് ആയിട്ടുള്ള ജ്യൂസുകളുടെ കൂടെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ ഇത് സഹായിക്കും. ഇനി അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടാനായിട്ട് ഇത് വെറും വയറിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ എടുക്കുന്ന സമയത്തായാലും അതിന് കൂടെ തന്നെ സിട്രിക് ആയിട്ടുള്ള ഓറഞ്ച് പോലുള്ള ജ്യൂസുകളോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒക്കെ തന്നെ കുടിക്കുന്നത് ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വളരെ നല്ലതാണ്. വൈറ്റമിൻ ഡി എടുക്കുമ്പോഴും നമ്മളത് ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ രാവിലെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഒമേഗ 3 ഒക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് വിളപ്പെട്ടതായിരിക്കും. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.